ഇപ്പോൾ ഞാൻ അടുത്ത് ഒരു ഫുലാനെ കണ്ട്. ആ ഫുലാന് 50 ലക്ഷം റുപ്യ ലോൺ എടുത്തിട്ടുണ്ട്. ഓരോ മാസവും പൈസ അടക്കുന്നുണ്ട്. അതടച്ച് ചെറിയ പൈസ മാത്രമേ ഓൻ്റെ എടുത്ത പൈസയ്ക്ക് പോകണുള്ളൂ. അപ്പം ഞാൻ ഓന് കണക്കൂട്ടി കൊടുത്തപ്പോൾ ഒരു 85 വയസ്സാകുമ്പോഴാണ് എന്താവുള്ളൂ ഓൻ്റെ ലോൺ തീരുള്ളൂ. 85 വയസ്സാകുമ്പോഴേ ലോണ് തീരുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പോഴാണ് ഓൻ ഇതിനെപ്പറ്റി ആലോചിച്ചത്, ഇനി 85 വയസ്സ് വരെ ജീവിച്ചിട്ട് വേണ്ടേ. അപ്പം ഈ മയ്യത്ത് വെച്ചാൽ എന്താ അവസ്ഥ ഉള്ളത്? ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കടം വാങ്ങുന്നത്? ആർക്ക് വേണ്ടിയാണ് കടം വാങ്ങുന്നത്? ഇപ്പം അടുത്ത് ഞാൻ ദുബായിൽ പോയപ്പോൾ ഒരാളിനോട് വന്നിട്ട് പറഞ്ഞു, അദ്ദേഹം നല്ല തബ്ബാഖാണ്, നല്ല കുക്കാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അറബി നല്ല മനുഷ്യനാണ്. അവിടെ ഇടക്കൊക്കെ ഉസ്താദുമാർ വരുമ്പോൾ ഉസ്താദുമാരോടൊക്കെ മഹബത്തുള്ളൊരു അറബിയാണ്. അതുകൊണ്ട് എൻ്റെ ഉസ്താദുമാരൊക്കെ വരുമ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടേ കൊടുത്തുകൊണ്ട് അത് എനിക്ക് ഹലാലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഇതേ മോളിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര കൊല്ലമായി ഇവിടെ ഗൾഫിൽ? അപ്പോൾ മുപ്പരാണ് 30 കൊല്ലമായി. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇനി ഗൾഫ് നിർത്താനായില്ലേ? ഒരേ കൂടാനായില്ലേ? മക്കളോട് കൂടെ ഒന്നിച്ച് ഭാര്യയോട് കൂടെ ഒന്നിച്ച് ജീവിക്കാനായില്ലേ എന്ന് ചോദിച്ചാൽ മുപ്പരാണ്, കുറച്ച് കടം കൂടി ഉണ്ട് ഉസ്താദെ, അത് വീടിയിട്ട് നിശ്ചാദം നിർത്താം. എന്താ കടം? എൻ്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതാണ്. മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും, നിങ്ങൾക്ക് എന്ത് കടം വന്ന്? ഓന് ഞാൻ മഹർ വാങ്ങിക്കൊടുത്തു, 10 പവൻ മഹർ. മകനും 10 പവൻ മഹർ വാങ്ങിക്കൊടുത്ത്. ഈ കട ഞാൻ പറഞ്ഞു, പൈസ ഉണ്ടെങ്കിൽ കല്യാണം കഴിച്ചാൽ മതിയല്ലോ ഓനെ. നിങ്ങളോട് ആരാ 10 പവൻ മഹർ വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഓമനിസ്തതാഅമിൻകും 15 വയസ്സ് പൂർത്തിയായാൽ ആൺകുട്ടികളോട് ചോദിക്കൽ സുന്നത്താണ്. എടാ അനക്കിന്ന് 15 വയസ്സ് പൂർത്തിയായിട്ടുണ്ട്, ഇനി വാപ്പാനെ തമ്മിലുള്ള എല്ലാ ഇടപാടും എൻ്റെ തീർന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഇൻഷാ അല്ലാഹ് പഠിച്ചോ, ഞാൻ സഹകരിച്ചു തരാം. വാപ്പാനെ മേൽ ബാധ്യതയുള്ളൊരു കാര്യമുണ്ട്, 15 വയസ്സുകാരെ എന്നെ പഠിപ്പിക്കാതെ, അത് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് കല്യാണം കഴിപ്പിച്ച് തരിക എന്നുള്ള ബാധ്യത എനിക്കുള്ളത്. അതിനകത്ത് ഇത് മഹറിന് കഴിവുണ്ടോ? ഇല്ല വാപ്പ. ഇപ്പം മൊബൈലിൽ തന്നെ ഇപ്പോൾ വൈഫൈ നമ്മൾ അടുത്തുള്ള മേമാക്കാക്ക് പാസ്വേഡൊന്നും അറിയില്ല. അപ്പം ഞാൻ മതിലിൻ്റെ അടുത്ത് പോയി കുത്തിറക്കണത് ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. അല്ലാതെ മതിലിനോടുള്ള മഹബത്ത് കൊണ്ടല്ല, കാരണം മൂപ്പർക്ക് ഇത് അടച്ചിടാൻ അറിയില്ല. അപ്പോൾ ഓൻ അവിടെ കുത്തിട്ട് മതിലിൻ്റെ അവിടെ വരെ ഉണ്ടാവുള്ളൂ അല്ലേ? അതിങ്ങനെ റെഡിയാക്കി വന്ന് പിന്നെ റൂമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ പിന്നെ കാണാലോ. ഇതിന് പോവുകയാണ്. അപ്പം അതന്നെ ഇപ്പം മൂപ്പര് പാസ്വേഡൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പം ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പോണത്. എന്നാൽ പിന്നെ ഓനോട് പറയാം ഫല്ലസും എന്നാൽ ഞാൻ നോമ്പോറ്റോ വന്നു കഴിഞ്ഞ വിഷയം നിർത്തി. പിന്നെ അതിനു വേണ്ടി കടം വാങ്ങി നമ്മൾ മരിക്കുമ്പോൾ സമാധാനമില്ലാതെ മരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താൻ പാടില്ല. ഇന്ന് എല്ലാവരും അങ്ങനെ തന്നെ. കാര്യം പറയാൻ പറ്റൂല ആരോടും. ഏത് മഹല്ലുകളാണെങ്കിലും മഹല്ലത്തിലുള്ള അവിടെയുള്ള കമ്മിറ്റിക്കാർക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. ഇന്ന് എല്ലാ നാടുകളിലും കമ്മിറ്റി ആവാൻ തിരക്കാണ്, അതിന് തല്ലാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ മുമ്പിൽ മസ്ഊലാണ്. ആ മസ്ഊലിനെ കുറിച്ച് അവരറിഞ്ഞാൽ മഹാന്മാരാകുന്ന ആളുകളൊന്നും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ മടിയാണ്. കാരണം പടച്ചോനെ, എൻ്റെ ഉത്തരവാദിത്തം ഞാൻ കറക്റ്റ് ഏറ്റെടുത്തില്ലെങ്കിൽ അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് എനിക്കത് വേണ്ട, എന്നെ കൊണ്ട് കഴിയണമാതിരി ഞാൻ ഖിദ്മ ചെയ്തോളാം. എത്ര ആളുകൾ അങ്ങനെ. മദീനയിൽ കിടക്കുമ്പം സുബ്ഹാനല്ലാഹ് ആദരവ് കൊണ്ട് ചെരുപ്പ് ധരിക്കാത്ത മഹാന്മാർ എത്രയുണ്ട്. മദീനയിലേക്ക് കടക്കുമ്പോൾ ചെരുപ്പ് ധരിക്കൂല, കാരണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് ചെരുപ്പന്നെ ഇടൂല. എന്ന് പിന്നെ ചെരുപ്പ് പിടിച്ച് ഹറമിന്റെ ഉള്ളിലേക്കാണ് പോവുക, കീസിലിട്ടിട്ട്. നേരെ മുമ്പിൽ ചെരുപ്പ് കീസിലാക്കിയിട്ട് വെക്കാം. ഞാൻ ഇങ്ങനെ ആലോചിച്ച സുബ്ഹാനല്ലാഹ്, ചെരുപ്പൊക്കെ പോവാണ്, കീസിനും വരില്ല. സംസുഖ അങ്ങനെ ഇന്ന് ചെരുപ്പ് മുമ്പിൽ ചില നിസ്കരിക്കുന്ന മക്കത്തും മദീനത്തൊക്കെ ഒക്കെ ഓർക്ക് ചെരുപ്പ് പോകുന്നുള്ള പേടിയാണ്. അതുകൊണ്ട് നജസുള്ളതിലും പാടില്ല, നജസില്ലാത്ത ആയാലും പാടില്ല, എന്തെങ്കിലും പാടും ഒക്കെ കീസിലാക്കിയിട്ട് ഹറമിൻ്റെ ഉള്ള ഒരാളെ കൊണ്ടേ വെക്കുകയാണ്. അതിന് വെക്കാൻ പ്രത്യേകമായ സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് വെക്കണില്ല. നല്ല കാര്യങ്ങളും നല്ല പ്രവർത്തനങ്ങളും ചെയ്യാൻ ഇന്ന് ആളുകളില്ല. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ പള്ളി വളരെ സന്തോഷം തോന്നി എനിക്ക്. നാട്ടുകാരാകുന്ന ആളുകൾ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷത്തോടുകൂടെ ഉണ്ടാക്കിയ പള്ളിയാണ്. അറബിൻ്റെ പൈസ ഇല്ല, തീരല്ല. അൽഹംദുലില്ലാഹ് അള്ളാഹു ഇതിനു വേണ്ടി സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ. ഒരാൾ സുജൂദ് ചെയ്യുമ്പോൾ ദിക്ർ ചൊല്ലുമ്പോൾ 1000 ദിക്ർ ചൊല്ലുകയാണല്ലോ, ആ ദിക്ർ ചൊല്ലുമ്പം അതിൻ്റെ 1% അൽഹംദുലില്ലാഹ് അള്ളാഹു തആല നമ്മുടെ ഖബറിലേക്ക് എത്തുന്ന രൂപത്തിൽ ഇതുമായി എന്തെല്ലാം രൂപത്തിൽ ശുഗലായോ
അള്ളാഹു എല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ. അതോടുകൂടെ അൽഹംദുലില്ലാഹ് ദർസുകൾ ഇവിടെ നടന്നു പോരുന്നുണ്ട്. അതോടുകൂടെ ദർസുകൾ നടന്നു പോരുന്നുണ്ട്. ആ ദർസിന് വേണ്ടി ഖിദ്മ ചെയ്യുന്നവർ എപ്പോഴും അൽഹംദുലില്ലാഹ് ദർസ് ഉഷാറായിട്ട് നടക്കണം. 600 വീടുണ്ട്. 600 വീടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് 100 മുതഅല്ലിമീങ്ങൾ ഇവിടെ വേണം. അപ്പോഴാണ് നല്ല ഉഷാറുണ്ടാകുക. എപ്പോഴും ഇവിടെ നിസ്കാരം നല്ല ഉഷാറായി നടക്കണം. നല്ല മട്ടമില്ലേ? വലിയ തൗഫീഖുള്ള ആളുകളാണ് നിങ്ങൾ. പ്രത്യേകിച്ച് ചാവക്കാട്ടുകാരാ നിങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് ദർസും അതിന് ഒരു മടിയില്ലാത്ത ആളുകൾ തന്നെ. ഞാൻ ഇടക്കിടക്ക് ഈ ഭാഗങ്ങളിലൊക്കെ അൽഹംദുലില്ലാഹ് വരാറുണ്ട്. ദർസ് നടന്നുകൊണ്ടിരിക്കണം. അതിന് നമ്മൾ ഖിദ്മ ചെയ്യണം. അതിനൊരിക്കലും നമ്മൾ തൗഫീഖില്ലാത്തവരാകാൻ പാടില്ല. ഞാനിപ്പോൾ അടുത്ത് ഒരു പള്ളി 3ാമത്തെ നില ഉദ്ഘാടനത്തിന് വേണ്ടി പോയപ്പോൾ 1500 വീടുണ്ട് അവിടെ. അപ്പോൾ അവരോട് ചോദിച്ച് ഇവിടെ ദർസുൽ വെച്ച് വലിയ ഉസ്താദ് ചെലവ് കൊടുക്കാൻ ആളില്ല. അപ്പോൾ എത്ര വീടാണ്? 1500 വീടുണ്ട്. 1500 വീടുണ്ടായിട്ടും ഭക്ഷണം കൊടുക്കാൻ ഇല്ല. ഇന്നൊരു വീട്ടിലേക്ക് ഒരു മുതഅല്ലിം അൽഹംദുലില്ലാഹ് കയറി വരുമ്പം അതൊരു സന്തോഷമാണ്. അതൊരു സന്തോഷമാണ്. പലപ്പോഴും പല സ്ഥലങ്ങളിലുമൊക്കെ കംപ്ലൈൻറ്റ് വരും. എല്ലാ വ്യാഴാഴ്ചയും ദ്വാരക്കണം. മുതഅല്ലിമീങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് എല്ലാ വ്യാഴാഴ്ചയും ദ്വാരക്കണം. ദ്വാരുന്നില്ലെങ്കിൽ ഉസ്താദിനോട് പറയും ആ മൂലറ്റിനെ എനിക്ക് മാറ്റി തരണം. കാരണം എന്താണ്? അത് മുതഅല്ലിം ദ്വാരക്കണില്ല കണ്ടോ? അത് ദ്വാരക്കണം എപ്പോഴും. അതൊരു സന്തോഷമാണ്. അൽഹംദുലില്ലാഹ് ഞാൻ ഭക്ഷണത്തിന് പോയ വീടുണ്ട് കാട്ടിൽ. അബൂബക്കർ ഹാജി, ഞാൻ ആദ്യം ഓതിയ സ്ഥലം ആൽപ്പറ്റക്കുളമ്പിലുള്ള കാട്ടിൽ അബൂബക്കർ ഹാജി. അദ്ദേഹം മരിച്ചുപോയി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. ഇപ്പൊ നിങ്ങൾ ആമീൻ പറഞ്ഞത് ആർക്കാ? ഈ മഹല്ലത്തിലുള്ള ആളല്ല. എവിടെയുള്ള ആളാണ്? മലപ്പുറത്ത് കോടൂര് ആൽപ്പറ്റക്കുളമ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആൽപ്പറ്റക്കുളമ്പ് സ്ഥലമുള്ള അവിടുത്തെ അബൂബക്കർ ഹാജിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? കാരണം ഒരു മുതഅല്ലിമിന് ഭക്ഷണം കൊടുത്തതാണ്. അപ്പൊ ഞാൻ എല്ലാ വ്യാഴാഴ്ച മൂപ്പർക്ക് ദ്വാരക്കണം. അൽഹംദുലില്ലാഹ് അത് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ വരുന്നത് വരെ മൂപ്പർ കാത്തിരിക്കും. അത് മഹബ്ബത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് നിങ്ങൾ ഓരോരുത്തരും കടമില്ലാതെ ജീവിക്കാൻ വേണ്ടി പഠിക്കണം എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. മാമൂലികൾക്ക് പിന്നാലെ ഓടാതിരിക്കുക. മാമൂലികൾക്ക് പിന്നാലെ നമ്മളെ കയ്യിലുള്ള കാശ് കൊണ്ട് ജീവിക്കാൻ പഠിക്കുക. 10 ഉണ്ടെങ്കിൽ 100 ചെലവാക്കിക്കൊണ്ട് കടക്കാരായി മരിക്കരുത്. ഏത് സമയത്താണ് നമ്മളെ മരണം പിടികൂടെന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ നമുക്കറിയില്ലേ, വയനാടിൽ രാത്രി കിടന്നുറങ്ങിയതാണ്. രാവിലെ ആകുമ്പോൾ എന്തൊക്കെ സംഭവിച്ചു. അല്ലാഹു തആല മരണപ്പെട്ടു പോയവരെ ശുഹദാക്കന്മാരുടെ പട്ടികയിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. എല്ലായിടത്തും റഹ്മത്തുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരു ആന ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ന് മീഡിയകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്ന് എന്താണ്? ഒരു സഹോദരിക്കും ആ സഹോദരിയുടെ കുട്ടിക്കും തുണയായത് ആരാണ്? ഒരാനയാണ്. ആനയോട് പച്ച മലയാളത്തിൽ ചെന്ന് പറയാൻ, ഞാൻ അവിടുന്ന് ഇടങ്ങാറായി വരികയാണ്, നീ എന്നെ ശല്യപ്പെടുത്തരുത്, എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പം ആ അമ്മ പറയുന്നത്, ആ ആനയുടെ കണ്ണിലൂടെ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് നേരം വെളുക്കുന്നത് വരെ അവർക്ക് തുണയായി നിന്നു. എത്ര കൽബുള്ള ആളുകളാണ്! എത്ര കൽബുള്ള ആളുകളാണ്! നമ്മളെ മലയാളികളാകുന്ന ആളുകളുടെ കൽബ് എങ്ങനെയുള്ളത്? അതുകൊണ്ട് ഈ മഹല്ലത്തിൽ നമ്മുടെ എല്ലാ വീടുകളിലും നല്ല റാഹത്തോടെ നിൽക്കണം. കുടുംബത്തിനോട്, അയൽവാസികളോട്. അൽഹംദുലില്ലാഹ് ഇതൊക്കെ ഐശ്വര്യമുണ്ടാകാനുള്ള കാരണമാണ്. ദാരിദ്ര്യമുണ്ടാവാൻ മനസ്സമാധാനം ഇല്ലാതിരിക്കാൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 18 കാരണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്ന്, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാത്ത ആളുകളാണെങ്കിൽ അവർക്ക് ദാരിദ്ര്യമുണ്ടാവും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയ വാപ്പക്കും ഉമ്മക്കും വേണ്ടി ദുആ ചെയ്യണം. മരിക്കാത്ത വാപ്പയും ഉമ്മയുമാണെങ്കിൽ അവരുടെ ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഒന്ന്, വാപ്പക്കും ഉമ്മക്കും വേണ്ടി ദുആക്കണം. ഇന്ന് നമുക്കൊന്നും പൈസയില്ല, പ്രശ്നമാണ്, പ്രയാസമാണ്. എല്ലാ കടലാസിലും എഴുതി തന്നതാണ്. എഴുതി തരാത്ത ആളുകൾക്കും അതന്നെയാണ് ഉള്ളത്. അതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ വാപ്പയെയും ഉമ്മയെയും നമ്മൾ വാപ്പയും ഉമ്മയായിട്ട് കാണാമെന്ന. നേരത്തെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചപ്പോൾ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ പറഞ്ഞു, മക്കളോട് അവിടെ വന്നിട്ട് ചോദിക്കുകയാണ്, വാപ്പ അവിടെ ഉണ്ടോന്ന് ചോദിച്ചാൽ ഓൻ മൊബൈലിലാണ്. വാപ്പ ഇല്ല. പിന്നെ വന്ന ആളാരാന്ന് നോക്കാൻ സമയമില്ല. കാരണം ഓനിപ്പോൾ ഒരു സംഗതി കണ്ടുകൊണ്ടിരിക്കുക, ഓനൊന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബാക്കി കാര്യം പറയാൻ ഓന് സമയവുമില്ല. ചിലപ്പം ബാപ്പാന്റെ ഒരു കാര്യപ്പെട്ടൊരു സംഗതി പറയാൻ വേണ്ടി വന്നായിരിക്കും. പിന്നെ അവൻ നിന്നാൽ അല്ല എന്ത് ചോദിച്ചാൽ ഒതുക്കണം പോകും. ചങ്ങായിനെ കൊണ്ട് കുടുങ്ങി എന്നോട് പറഞ്ഞവർ കേട്ടോ ഇവിടെ എല്ലാം പിന്നെ ഇങ്ങനെ ഇവിടെ ഗിർഗിർ അറിഞ്ഞു കൊടുക്കണം അല്ലേ?
അപ്പൊ വാപ്പയെ വാപ്പയായിട്ട് കാണണം. നമുക്ക് ഇന്ന് അതില്ല. ഇന്ന് വൃദ്ധസദനത്തിലേക്ക് എന്തുകൊണ്ട് വന്നു? വൃദ്ധസദനങ്ങളിൽ ആളുകൾ കൂടുന്നു. എന്താ കാരണം? ബാപ്പനെയും മനെ നോക്കാൻ വയ്യ. ഞാനിപ്പോ നിങ്ങളൊക്കെ ഫാദർ, മദർ, ആൻറ്റി, അങ്കിള് ഇതൊക്കെയാണ് ഇന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അതൊക്കെ പഠിച്ചോളി. പക്ഷേ അമ്മായി എന്ന് വിളിച്ചുകൊണ്ട് കൊടുത്ത അമ്മായി എന്നെ വിളിച്ചാൽ മതി, ബാപ്പ എന്നുള്ളടത്ത് വാപ്പ എന്നെ വിളിച്ചാൽ മതി, ഉമ്മ എന്നുള്ളടത്ത് ഉമ്മ വിളിച്ചാൽ മതി. ഫാദറും മദറൊന്നും വിളിച്ചണ്ട. ഫാദറും മദറൊന്നും വിളിക്കണ്ട. ഇതാണ് ഇന്ന് എനിക്ക് കോട്ടക്കലെടുത്തുനിന്ന് ഫോണ് വന്നത്. കാരണം എന്താ? അങ്കിൾ തന്നെ വിളിക്കല്. ഫാദർ എന്നൊക്കെ ഇംഗ്ലീഷ് വെക്കും, പക്ഷേ പാപ്പാനെ വാപ്പ തന്നെ വിളിച്ചാൽ മതി നമ്മ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കാരണം ദാരിദ്ര്യമുണ്ടാകുന്ന രണ്ടാമത്തെ കാരണമാണ് മാതാപിതാക്കളുടെ പേര് മാറ്റി വിളിച്ചാൽ അവർക്ക് ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പയെ വാപ്പ എന്ന് വിളിച്ചോ, ഉമ്മയെ ഉമ്മ എന്ന് വിളിച്ചോ. അതാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. എത്ര നിങ്ങൾ ഇംഗ്ലീഷുകാരാണെങ്കിലും, എത്ര നിങ്ങൾ ഹിന്ദിയും ഉറുദുക്കാരനുണ്ടെങ്കിലും, വാപ്പ എന്ന് വിളിക്കുമ്പോൾ അത് വല്ലാത്തൊരു മധുരമുള്ള വാക്കാണ്. മകനെ എന്ന് വിളിക്കുമ്പോൾ അതൊന്നാണ് അല്ലേ? പൊന്നാര വാപ്പച്ചിയെ, ഞങ്ങൾ മലപ്പുറത്ത് അങ്ങനെയാണ്, പൊന്നാര വാപ്പച്ചി ഞങ്ങൾ ഒരു 1000 റുപ്യ തരി ടൂർ പോകാൻ. രണ്ടിട്ടും കേട്ടില്ലേ? ഒന്നുകൂടി വിനയത്തോട് ചോദിക്കുകയാണത്. അങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും? വാപ്പാക്ക് ഒരു അലിവ് തോന്നി. മകൻ പറഞ്ഞു കേൾക്കണില്ലെങ്കിൽ മകനോട് പറയും, വാപ്പാന്റെ കുട്ടി പോയിട്ട് ആ പീടി പോയിട്ടൊന്ന് കൊണ്ടുവരും. അപ്പൊ ഒരു ദയാണ് ആടാ, അപ്പൊ പോയി റെഡിയാണ്. വാപ്പ എന്ന് വിളിക്കണം, എല്ലാവരും അങ്ങനത്തെ വിളിക്കണം. ഉമ്മ തന്നെ വിളിച്ച പേര് മാറ്റി വിളിച്ചാൽ അവർക്ക് ദാരിദ്ര്യമുണ്ടാവും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പയുടെയും ഉമ്മയുടെയും മുമ്പിൽ നടക്കുന്ന ആളുകൾക്കും ദാരിദ്ര്യമുണ്ടാകും. ഹബീബുനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാപ്പന്റെ ഉമ്മന്റെ മുമ്പിൽ നടക്കാൻ പാടില്ല. ബാപ്പ ചിലപ്പോൾ കൃഷിപ്പണിക്കാരനാകും, ഇല്ലെങ്കിൽ മീൻ കച്ചവടക്കാരനാവാം, അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളിയാവാം. എന്നാലും സുബ്ഹാനല്ലാഹ് മകൻ ചിലപ്പോൾ ഡോക്ടറാവാം, എഞ്ചിനീയർ ആവാം. ഡോക്ടറാണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ബാപ്പ മുമ്പിൽ മക്കൾ കേൾക്കണം. അതാണ് അതിൻ്റെ അതവ്. ഇതില്ലാതിരിക്കുമ്പം ചിലവരൊക്കെ മക്കൾക്ക് ചിലപ്പോൾ പൈസ കൂടുമ്പോഴും ഓല് കുറച്ച് ഇതൊക്കെ ആകുമ്പോൾ ബാപ്പ അങ്ങോട്ട് ബഹുമാനിച്ചതാണ് മക്കളെ. ആ ബഹുമാനം വലിയ അപകടമാണ്. അങ്ങനെയൊന്നും ബഹുമാനിക്കേണ്ടവരെ ഓലെ ബഹുമാനിക്കണ്ട എന്ന് പറഞ്ഞാൽ മകൻ എന്നിലേക്ക് ബഹുമാനം കൊടുക്കും. പക്ഷെ ഓൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ മേലും ഒക്കെ ബഹുമാനം വല്ലാതെ കൊടുക്കുമ്പോൾ പിന്നെ ഓൻ എന്ത് ചെയ്യാണ്? നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞ് ഒരു വട്ടം, പിന്നെ 2-3 വട്ടം അങ്ങനെ ചോദിക്കണം. ഈ ഒരു സംഗതി പറയലോടുകൂടെ ഓന് ദാരിദ്ര്യമായി. നമ്മളെവിടെ 2 രൂപത്തിലെ ദാരിദ്ര്യം ഉണ്ടാവുക. ദാരിദ്ര്യം ഒന്ന് ദുനിയാവിലെ ദാരിദ്ര്യം ഉണ്ടാവും, ചിലത് ആഖിറത്തിലെ ദാരിദ്ര്യം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ മനസ്സിലായി. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. 2 കാര്യം പറഞ്ഞു, 3 കാര്യം പറഞ്ഞു. 4ാമത്തെ കാര്യം പറയാണ്, ചിലന്തി വലകൾ തട്ടാത്ത വീടുകൾ. ചിലന്തി വലകൾ തട്ടാത്ത വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടാവും. ചില ആളുകളെ വീട്ടിൽ ചെന്നാൽ സുബ്ഹാനല്ലാഹ്, ഇപ്പം നിങ്ങളെ പള്ളിയൊക്കെ നല്ല ഉഷാറാണ്. ഇത് എത്രയായി ഉദ്ഘാടനം ചെയ്തിട്ട്? 3 കൊല്ലത്തോളെ. അപ്പോൾ റെഡി തന്നെയാണ്. മറ്റത് ഈ ജിപ്സം ചെയ്തതിൻ്റെ ഉള്ളിലൊക്കെ മാറാനുണ്ടാവും. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം. അതൊന്നുമില്ല, റെഡിയാ. അത് കമ്മിറ്റിക്കാർ നോക്കണം, മറ്റോല് കേൾക്കണം, അവിടെയൊക്കെ നോക്കണം. ഹൗദ് വൃത്തിയാക്കണം, പരിസരം വൃത്തിയാക്കണം. ചെടിയൊക്കെ വെച്ച് നല്ല ഉഷാറുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ വേണ്ടി നല്ല ഉഷാർ അൽഹംദുലില്ലാഹ് വേണം. അതിന് നിങ്ങൾ ഇവിടെ നിന്നൊക്കെ ഒന്ന് കൊണ്ടുപോയി ഉസ്ബെക്കിസ്ഥാനിലൊക്കെ ഒന്ന് കൊണ്ടുപോയാൽ റെഡി ആവും. അത് നിങ്ങൾ കണ്ടാലോ അൽഹംദുലില്ലാഹ് ഒരുപാട്. നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഈ ചാവക്കാട് കിടന്ന് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കഴിഞ്ഞാൽ പറ്റില്ല. നിങ്ങളൊന്നും ഇടക്കാന്ന് പോരി. ഇപ്പം ഞാൻ ഈജിപ്തിൽ നിന്ന് വരികയാണ്. ബഹുമാനപ്പെട്ട ഷാഫി ഇമാമ് നമ്മുടെ ഇമാമാണല്ലോ. ഇങ്ങനെ പോലത്തെ നിസ്കരിക്കണം, ഇങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാവും. അതിൻ്റെ വുളുവിൻ്റെ ഷർത്ത് ഇങ്ങനെയാണ്, ഫർദ് ഇങ്ങനെയാണ്. അത് മുഴുവൻ പഠിപ്പിച്ചെന്ന് ആരാണ്? ഷാഫി ഇമാമിൻ്റെ റൂട്ടിൽ നമ്മൾ കൂടെ. ആ ഷാഫി ഇമാം എവിടെ നിങ്ങൾക്ക് അറിയും? ഇങ്ങനെ കേട്ടിത്തിരി അൽഹംദുലില്ലാഹ്. ഞാൻ ഇപ്പോൾ ഷാഫി ഇമാമിൻ്റെ അവിടെ സിയാറത്ത് കഴിഞ്ഞ് വരികയാണ്. ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ മഹദിയുടെ ഹദറത്തിൽ സിയാറത്ത് കഴിഞ്ഞ് വരികയാണ്. ബഹുമാനപ്പെട്ട ബീബി സൈനബ റളിയല്ലാഹു അൻഹ മഹദിയുടെ അടുത്ത് സിയാറത്ത് കഴിഞ്ഞ് വരികയാണ്. അങ്ങനെ അൽഹംദുലില്ലാഹ് അവിടേക്ക് ഇങ്ങനെ ചെല്ലുമ്പോൾ പള്ളി കാണുമ്പോൾ വലിയ മനോഹരമുണ്ട്. ബഹുമാനപ്പെട്ട ബീബി സൈനബ റളിയല്ലാഹു അൻഹ മഹദിയുടെ മഖാമിനൊക്കെ എത്രയാണ് കാശുകൾ ചെലവാക്കിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അങ്ങനെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ മഹദിയുടെ മഖാമൊക്കെ കാണുമ്പോൾ സുബ്ഹാനല്ലാഹ് എത്ര ലക്ഷങ്ങൾ ചെലവാക്കിയിട്ടുണ്ട്. വീടുകൾ മുഴുവനും വളരെ മോശപ്പെട്ട വീടുകളെ കാണാൻ കഴിയാം. പക്ഷെ പള്ളിയോ മാഷാ അല്ലാഹ് ഭയങ്കര ഉഷാറുള്ള പള്ളിയാണ്.
പഴയ കാലത്തൊക്കെ ഒരു കല്യാണം നിശ്ചയിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ ഏരിയയിലുള്ള ആളുകൾ ദീനുമായി ബന്ധമുണ്ടോ നോക്കൽ പള്ളി മദ്രസ നോക്കും. പള്ളി മദ്രസ ഉഷാറാണെങ്കിൽ പറയും അവിടുത്തെ നാട്ടുകാർ ഉഷാറാണ്. പള്ളി മദ്രസയും വളരെ മോശം, വീടുകളൊക്കെ നല്ല ഉഷാറുള്ള വീടാണെങ്കിൽ അവർ ദീനുമായി ബന്ധമില്ലാത്ത ആളുകൾ, പഴയ കാലത്ത് കല്യാണത്തിന് അന്വേഷിക്കാൻ പോകുന്ന ആളുകൾ, അങ്ങനെയാണ് അതിന് അർത്ഥം വെക്കാറ്. അതുകൊണ്ട് അൽഹംദുലില്ലാ വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. അൽഹംദുലില്ലാ അതുകൊണ്ട് നാം ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് ദാരിദ്ര്യത്തിൽ നിന്ന് ഒഴിവാകാൻ അൽഹംദുലില്ലാ പറഞ്ഞ ഞാൻ ഇടക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. 3 കാര്യം പറഞ്ഞു. 4ാമത് പറഞ്ഞു ചിലന്തി വലകൾ തട്ടാത്ത വീടുകൾ. രാത്രി ഭക്ഷണം കഴിച്ച പ്ലേറ്റുകൾ കഴുകാതെ കിടന്നുറങ്ങുന്ന വീടുകളിൽ ദാരിദ്ര്യമുണ്ടാവും. ഹബീബുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഭക്ഷണം കഴിച്ച പ്ലേറ്റുകൾ രാവിലെ കഴുകാമെന്ന് കരുതി മാറ്റിവെക്കുക. നമുക്ക് ഭാര്യയ്ക്ക് മാത്രമൊന്നല്ല പാത്രം കഴുകാൻ പറ്റും, നമുക്കും പറ്റും. അതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ്. ഭാര്യയെ തീരെ നമ്മൾ സഹകരിച്ചു കൊടുക്കാൻ പാടില്ല. ഓൾക്ക് മാത്രമേ അങ്ങനെ അടുക്കളയിൽ പണിയെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇടക്കിടക്ക് തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വെട്ടി കൊടുക്കുക, പാത്രമൊക്കെ ഒന്ന് കഴുകി കൊടുത്തു നോക്കുകയാണെങ്കിൽ അപ്പോൾ നല്ല സ്നേഹം ഉണ്ടാവും നമ്മളെ ഭാര്യമാർക്ക്. നമ്മളോട് നല്ല സ്നേഹം ഉണ്ടാവും, നല്ല റാഹത്തുണ്ടാവും. ഇടക്കിടക്ക് അതൊക്കെ ഒന്ന് കൂടി കൊടുക്കുക. അങ്ങനെ കൂടുന്ന ആളുകൾ കുറേ ആളുകൾ ഇവിടെ ഉണ്ടാവും. അത് ചിലർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതെപ്പോഴും നമ്മൾ ചെയ്യണം. നമ്മളിതിങ്ങനെ ബെഡ്റൂമിൽ പോയിട്ട് ഇങ്ങനെ നേരത്തെ പോയി അവിടെ ഇങ്ങനെ വാട്സപ്പിൽ കളിച്ചു തിരക്കുക. ഓലിങ്ങനെ അവിടെ പാത്രം ഒക്കെ കഴുകി മാക്സൊക്കെ ആകെ വെള്ളക്കായി ആകെ പടങ്ങനെ വരുന്നത് അല്ലേ? അങ്ങനെ തന്നെ വരുന്നത് നമ്മൾ സഹകരിച്ചത്. അപ്പം നല്ല കുടുംബത്തിനകത്തുണ്ടാവും, ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഐക്യ സ്നേഹമൊക്കെ ആ പരിയിലുണ്ടാവും. എപ്പോഴും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം. ഇങ്ങനെ അൽഹംദുലില്ലാ 18 കാരണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പകർത്താൻ നമ്മൾ നിൽക്കണം. അതുകൊണ്ട് വാപ്പയെ എന്നും നമ്മൾ ഓർക്കണം. ഇന്നിപ്പോൾ വാപ്പാക്ക് വേണ്ടി വരുന്ന ആളുകൾ എത്ര ഉണ്ട്? ഇന്ന് വാപ്പാക്ക് വരുന്ന ആളുകൾ ദുഹർ അസ്ർ മഗ്രിബ് ഒക്കെ കഴിഞ്ഞല്ലോ, ഇശയും കഴിഞ്ഞു. നമ്മൾ ആരെങ്കിലും വാപ്പാക്ക് നമ്മൾ വരക്കണം. അങ്ങനെ നല്ല റാഹത്തിൽ അൽഹംദുലില്ലാ നിൽക്കുമ്പോൾ ഒരു പ്രശ്നങ്ങൾ നമ്മളെ കുടുംബത്തിലുണ്ടാവില്ല, ഒരു കടം നമ്മളുണ്ടാവില്ല. അങ്ങനെ അൽഹംദുലില്ലാ പള്ളിയോടും മദ്രസനോടൊക്കെ നല്ല സഹകരിച്ച് നല്ല ഉഷാറായിട്ട് നമ്മൾ പോവുക. അപ്പോൾ നല്ല മട്ടം ഉണ്ടാവും. അൽഹംദുലില്ലാ ഈ പള്ളിക്ക് വേണ്ടി നിങ്ങളാണ് അൽഹംദുലില്ലാ ഇത് മുഴുവനും സഹായിച്ചെന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷം. അള്ളാഹു എല്ലാവർക്കും അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ.